ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുള്ളായ ഒരു വീഡിയോ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും പ്രശ്നം മുടി നിരക്കൽ, മുടി കൊഴിച്ചിൽ, അതേപോലെ പല പ്രശ്നങ്ങളുമാണ്. തലകൊണ്ടാണ് നമുക്കുള്ള പ്രശ്നങ്ങൾ മുഴുവനും. അപ്പോൾ അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരമായിട്ട് നമ്മൾ നല്ലൊരു എണ്ണ കാച്ചുന്നുണ്ട് കേട്ടോ. അതും നല്ലൊരു ആയുർവേദ ഡോക്ടറെ നിർദ്ദേശപ്രകാരം നമുക്ക് കിട്ടിയൊരു അറിവ് അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കി, എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പോൾ നമുക്കിതിന് വലിയ ആവശ്യത്തിന് നെല്ലിക്കയാണ് കേട്ടോ. അപ്പോൾ നെല്ലിക്ക എല്ലാ കാലത്തും നമുക്ക് നെല്ലിക്ക കിട്ടില്ല. അപ്പോൾ നെല്ലിക്കൻ്റെ സീസണാണ്. നമുക്ക് നെല്ലിക്ക വേണമെന്ന് വിചാരിച്ചാൽ എപ്പോഴും കിട്ടില്ല. പിന്നെ ഉണക്ക നെല്ലിക്കൊക്കെ ആണെങ്കിൽ അതിനേക്കാളും നല്ലത് പച്ച തന്നെയാണ് കേട്ടോ. ഒന്ന് വാടിച്ചിട്ടൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ നെല്ലിക്ക ഉണ്ട്. അപ്പോൾ നമ്മൾ നെല്ലിക്കൊക്കെ നന്നായി കഴുകിങ്ങാണ്ട് ഒക്കെ തുടച്ച് അതിൻ്റെ വെള്ളത്തിൻ്റെ ഈർപ്പം ഒക്കെ കളഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്യാണ്. അപ്പോൾ ചിലർക്കൊക്കെ നീരിറക്കം മൂലം നമുക്ക് തലവേദന, പല്ലുവേദന, ചെവി വേദന ഒക്കെ നീരിറക്കം മൂലം ഉണ്ടാകേണ്ടതാണ്. ഒക്കെ തലേൻ്റെ പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതിനൊക്കെ ശാശ്വത പരിഹാരമാണ്. അപ്പോൾ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിക്കണം കേട്ടോ. എനിക്കും ഇതേപോലെ ചുമ ഒന്നും മാറില്ല, സൗണ്ട് മാറുക, രാത്രിയാകുമ്പോൾ സൗണ്ടിന് വ്യത്യാസം വരിക, അതിനൊക്കെ നല്ല ഉപകാരമുണ്ട്, നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കി. അപ്പോൾ നമ്മൾ അതിന് മിക്സിൻ്റെ ജാറ് നന്നായി തുടക്കണം കേട്ടോ. അതിന് ഞാൻ കൈകി വെച്ചതാണ്. കൈകി ഉണങ്ങി കിടന്നാലും ഒന്നും കൂടി നല്ലൊന്ന് തുടച്ച് വെള്ളത്തിൻ്റെ ഈർപ്പൊന്നുമില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ നമ്മൾ ഈ നെല്ലിക്ക കട്ട് ചെയ്തത് ഇതിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുരുവൊന്നും കുടുങ്ങാതെ, കുരുവൊക്കെ ഉണ്ടായാൽ നമ്മൾ മിക്സിക്ക് പണി കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മൾ അതിലാക്കി വെച്ചിക്കണേ. ഇനി അടുത്തത് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ കറ്റാർവായാണ് കേട്ടോ. ഒക്കെ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഇക്കാരം. പിന്നെ നെല്ലിക്ക ഇപ്പോൾ വാങ്ങേണ്ടി വരുള്ളൂ. അപ്പോൾ കറ്റാർവായക്കൊക്കെ എല്ലാ വീട്ടിലുണ്ടാവും. അപ്പോൾ കറ്റാർവായ കുറേ നേരമായിട്ട് ഞാൻ കുത്തനെ വെച്ചിട്ട്, അപ്പോൾ അതിൻ്റെ ആ വിഷമൊക്കെ പോയിക്കണേ, ആ മഞ്ഞ വിഷദ്രാവകം ഉണ്ടല്ലോ അതൊക്കെ ഒഴിഞ്ഞ് പോയിക്കണേ. അപ്പോൾ ഇനി ഇതിൻ്റെ നമ്മൾ ഈ മുള്ളുള്ള ഭാഗങ്ങളൊക്കെ നമ്മളുടെ ചെത്തിക്കളയണം കേട്ടോ. അപ്പോൾ അതൊക്കെ ചെത്തിക്കാണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കാണ്ട് എടുക്കുക. അപ്പം ഇനി എന്തൊക്കെ ഇതിൽ കൂട്ടണമെന്നൊക്കെ നിങ്ങൾ കണ്ടു നോക്കി. അപ്പോൾ അതൊക്കെ നമ്മൾ ഒന്ന് ചെറുതായി കട്ട് ചെയ്തിരിക്കണം. ഇത് ഫുള്ള് മുഴുവൻ എടുക്കണില്ല. അതിൻ്റെ പിന്നെ നല്ല കാതിലുള്ള ഭാഗങ്ങൾ മാത്രം എടുക്കണുള്ളൂ കേട്ടോ. അതിൻ്റെ ആ വാലും തലയൊക്കെ നമ്മൾ ഒഴിവാക്കി അത് നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇനി അടുത്തത് നമുക്ക് ഉലുവ വേണ്ടത്. അപ്പോൾ ഞാൻ ഈ സ്പൂണിന് ഒരു സ്പൂൺ ഉലുവ ഞാൻ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ടതാണ് കേട്ടോ. അപ്പോൾ അത് പൊതിർന്നിപ്പോൾ ഒരു 2-3 സ്പൂൺ അയക്കണേ. ആകെ ഒരു സ്പൂൺ മതി, അത് കൂടുതലാകാൻ പാടില്ല. അപ്പോൾ നമ്മൾ 3 നെല്ലിക്ക എടുത്തുക്കണേ. 2 കറ്റാർവായൻ്റെ ഇതുമെന്ന് ഒരു കറ്റാർവായ കൂട്ടിയാൽ മതി. അതിൻ്റെ ആ നല്ല തടിയുള്ള ഭാഗം എടുത്തിട്ടുള്ളൂ. ഒരു സ്പൂൺ ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തത് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്ത്. അപ്പോൾ നമ്മൾ 1 ലിറ്ററിൻ്റെ താഴെയാണ് കേട്ടോ. ഒരു 800 ഉണ്ടാവും. അപ്പോൾ നമ്മൾ 2 ലിറ്റർ കൊണ്ടുവന്ന് വെച്ചത്. ഇനി അപ്പോൾ വെളിച്ചെണ്ണ ഇല്ലാതായപ്പോൾ ഇതിന് പ്രത്യേകിച്ച് നോക്കേണ്ടത് നല്ല ആട്ടി വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. അപ്പോൾ നമ്മളെടുത്ത് ആട്ടി വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മില്ലിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇത് നല്ല നമ്മളെ ചുവന്ന ചെമ്പരത്തി ഉണ്ടല്ലോ അതിൻ്റെ ഇലയാണ് കേട്ടോ. ചുവന്ന ചെമ്പരത്തിൻ്റെ ആണ് നല്ലത്. ഇപ്പോൾ പല കളർ ചെമ്പരത്തി ഉള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ ചുവന്നതെന്ന് തിരിച്ച് പറയണത്. അപ്പോൾ അതൊന്ന് ഞാൻ കൈകിക്കണം കേട്ടോ. അപ്പോൾ പൊടിയൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ ഒന്ന് നന്നായി തുടച്ച് അതിൻ്റെ വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ കളയണേ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കാണ്ട് അത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പറയേണ്ടത് 800 ഗ്രാം വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പം ഇതിങ്ങനെ എടുത്തു പോന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ വലിയൊരു കാച്ചലുണ്ട്. അപ്പോൾ ഇത് ആദ്യമൊക്കെ അതിൻ്റെ മുന്നിലായിട്ട് നമ്മളിതൊന്ന് കുറച്ചൊന്ന് കാച്ചി അതിൻ്റെ ഇതറിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അറിഞ്ഞപ്പോൾ നമുക്ക് നല്ല യൂസ്ഫുള്ളാണെന്ന് മനസ്സിലായി. അപ്പം നമ്മൾ വലിയൊരു കാച്ചലുണ്ട്. അപ്പോൾ 1-2 ആൾ നമുക്ക് വേണമെന്ന് പറഞ്ഞു ചെയ്തിരിക്കണേ. അപ്പോൾ ഒരു വലിയ ഉരുളിയൊക്കെ വാടകയ്ക്ക് എടുത്തുകാണ്ട് നമുക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അള്ളാ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഇത് അരയാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാണ്ട്, വെള്ളമൊന്നും പാടില്ല. അപ്പോൾ നമുക്കിത് ഇഞ്ഞേണ്ട് അരച്ചെടുക്കാം കേട്ടോ. നന്നായി ഫൈനായിട്ടുണ്ട് അരച്ചെടുക്കുക. അപ്പോൾ അരച്ച് നമ്മളിഞ്ഞ് ആ ചീൻചട്ടിക്ക് ഇരുമ്പിൻ്റെ ചീൻചട്ടി ഉണ്ടെങ്കിൽ അത് തന്നെയാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ ഇങ്ങനെയുള്ള എണ്ണയൊക്കെ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി തന്നെയാണ്. അപ്പോൾ നമ്മൾ അരച്ചത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായി അരിഞ്ഞിക്കണ്.
ഉലുവെള്ളമുകൊണ്ട് നന്നായിട്ട് കൊപ്പ് പോലെ ഉണ്ട്. അപ്പോൾ ഒക്കെ ഉണ്ട് അരിഞ്ഞിക്കണം കേട്ടോ. അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കാണ്ടി നമുക്കിതൊന്നൊന്ന് സെറ്റാക്കട്ടോ. അപ്പോൾ നമ്മളിത് അടുപ്പുമല്ലാട്ടോ ഉണ്ടാക്കേണ്ടത്. ഇതിനൊക്കെ ഗ്യാസ് മുതലാവില്ല, ഒരുപാട് സമയം തിളച്ച് ഇതാകാനുള്ളതാണ്. അപ്പോൾ നമുക്ക് നല്ലത് അടുപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തൊരടുപ്പുണ്ട്, അവിടെയാണ് വെച്ചിട്ടുണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വലിയൊരു എണ്ണ കാച്ചാണ്ടെന്ന്. അപ്പോൾ ഇതിൻ്റെത് മട്ട അറിഞ്ഞിട്ട് ചെയ്യാമെന്ന് നമ്മൾ വിചാരിച്ചത്. അപ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ല. ഇത് തലക്കൊക്കെ നല്ല സുഖമുണ്ട് കേട്ടോ. ഇനി ഉറക്കക്കുറവുള്ളവർക്ക് ആ ഉറക്കത്തിനും ഒക്കെ നല്ല ഉറക്കം കിട്ടും. അങ്ങനെ ഉറക്കക്കുറവൊക്കെ ഉണ്ടായ വലിയ ഇടങ്ങാറാണല്ലോ, അതിനൊക്കെ നല്ലതാണ് കേട്ടത്. അപ്പോൾ നമ്മൾ ഇതിമൊക്കെ വെച്ച് കൊടുക്കുക. അപ്പം ഇങ്ങനെ കൈ വെക്കാതെ ഇങ്ങനെ ഇളക്കി കൊണ്ട് നിൽക്കണം കേട്ടോ. ആദ്യം ഇങ്ങനെ കട്ടായി കൊണ്ട് നിൽക്കും, പിന്നെ അതിങ്ങനെ എണ്ണനോടുണ്ട് സെറ്റായി വരും. അപ്പോൾ തലക്കൊക്കെ നോക്കാൻ നല്ലത് ഈ കാലത്താണ് കേട്ടോ. മഴക്കാലമൊക്കെ കണ്ട് വിട്ടതിന് ശേഷം മഴക്കാലത്ത് നമുക്ക് ഇങ്ങനത്തെ എണ്ണങ്ങളൊന്നും ഇടാൻ പറ്റില്ല. എന്താ വെച്ചാൽ നീരിറക്കം വരും. ഇപ്പോൾ പിന്നെ അങ്ങനത്തെ ആ കുഴപ്പമുണ്ടാവില്ല. ഇപ്പോൾ മഴൻ്റെതൊക്കെ വിട്ടില്ലേ. അപ്പം ഇനി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. പിന്നെ നെല്ലിക്ക ഈ കാലത്തല്ലേ കിട്ടുള്ളൂ. അപ്പോൾ നെല്ലിക്ക ഏറ്റവും നല്ലതാണ് കേട്ടോ. അതിനെപ്പറ്റി അറിയണവർക്കൊക്കെ അറിയാം. നെല്ലിക്ക ഏറ്റവും മുടിൻ്റെ വേരുകൾക്കൊക്കെ ഉറപ്പ് നൽകും. പിന്നെ അകാല നിര അതിനൊക്കെ നല്ലതാണ്. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്യാമറ ഓഫാക്കാൻ കേട്ടോ. ഒരുപാട് സമയം ഞാൻ ഇളക്കിക്കണേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓഫാക്കിക്കാണ്ട് പിന്നെ ഓണാക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുന്നത്. എല്ലാം ഞങ്ങൾക്ക് മടുക്കും. പിന്നെ ആൾ കാണൂല എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓഫാക്കണേ. അപ്പം ഇങ്ങനെ കൈ വെക്കാതെ ഇളക്കി കൊണ്ട് നിൽക്കട്ടെ. നല്ല തീ കത്തും വേണം. പിന്നെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരും കേട്ടോ. അപ്പോഴാണ് നമ്മളിത് എടുക്കാൻ പാടുള്ളൂ. അതുവരെ കാച്ചിക്കൊണ്ട് നിൽക്കണം. പിന്നെ ഇളക്കാഞ്ഞാൽ അടി കരിഞ്ഞു പോവും. അപ്പോൾ പിന്നെ എണ്ണൻ്റെ ഫലം പോവും. അതിനാണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് കൈ വെക്കാതെ ഇളക്കിക്കൊണ്ട് നിൽക്കേണ്ടത്. അപ്പോൾ ഇതാ ഒരുവിധമുണ്ട് സെറ്റായിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം അടുപ്പുന്നുണ്ട് വാങ്ങി വെച്ചിക്കണം കേട്ടോ. വാങ്ങി വെച്ചാലും നമ്മൾ ഇളക്കി കൊണ്ട് നിൽക്കണം. അപ്പോൾ ഞാൻ അതിപ്പോൾ തന്നെ ഉണ്ട് ഒഴിക്കുകയാണ് ഇട്ടത്. അപ്പോൾ നമ്മൾ നല്ലൊരു സ്റ്റീലിൻ്റെ പിന്നെ അരിപ്പിക്ക് വെച്ചുകാണ്ട് അതിക്ക് നല്ലൊരു കോട്ടൻ്റെ തുണി വെച്ചുകാണ്ട് അതിക്ക് ഇപ്പം തന്നെ ഉണ്ട് ഒഴിക്കട്ടോ. അല്ല ഞാൻ അതിൽ കിടന്നുകാണ്ട് ഇങ്ങനെ കരിഞ്ഞ് പിന്നെ അതുകൊണ്ട് കുടിക്കും. പിന്നെ നമുക്ക് ശരിക്കും ഉണ്ട് പിഴിഞ്ഞെടുക്കാൻ കഴിയൂല. അപ്പോൾ ഇപ്പം തന്നെ ഈ ചൂടോടുക്കെ തന്നെ ഉണ്ട് ഒഴിക്കുക നല്ലത്. കയ്യും കാലൊന്നും പൊള്ളിക്കാതെ നീ കണ്ട് ഒഴിച്ച് കൊടുക്കട്ടെ നമുക്ക്. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ സെറ്റാക്കി വെക്കണം. അല്ല ഞാൻ പിന്നെ പെട്ടെന്ന് എന്താകുമ്പോൾ എണ്ണ ഇങ്ങനെ കരിഞ്ഞും കൊണ്ട് നിൽക്കും. അപ്പോൾ നല്ല മൂപ്പാണ് കേട്ടോ. നല്ല മൂപ്പിലാണ് നിൽക്കേണ്ടത്. അപ്പോൾ ഞാൻ അതിൽ കണ്ട് ഒഴിച്ച് കൊടുത്തിക്കണേ. നമുക്കിത് നന്നായി പിഴിഞ്ഞെടുക്കുക. അത് ചൂടുകൊണ്ട് ഇപ്പോൾ തൊടാൻ വയ്യ കേട്ടോ. എന്നാലും ഇങ്ങനെ ആക്കി വെച്ചുകൊണ്ട് ഒറ്റ പൊടിയില്ലാതെ അയക്കണ്ട് ഒഴിഞ്ഞ് പോയിക്കണ്ട. നല്ല കോട്ടൻ്റെ തുണിയാണിത്. അപ്പോൾ അയക്കണ്ട് ഒഴിഞ്ഞ് പോയിക്കണേ. അപ്പം ഇനി ഒന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് കൈകൊണ്ടൊന്ന് പിഴിഞ്ഞ് കൊടുക്കുക. ഒക്കെ ഉണ്ട് റെഡി ആക്കണം കേട്ടോ. ഇതൊരു തൈലം മാതിരിയാണ് കേട്ടോ. ഇതൊരു സ്പൂണ് മതി. അതിങ്ങനെ നമ്മൾ കയ്യുമ്മലാക്കിക്കാണ്ട് ഇങ്ങനെ തലേൻ്റെ ഓട്ടിൽ ഇങ്ങനെ വരുതി കൊടുത്താൽ മതി. കുറേശ്ശെ മതി. എന്നാൽ തന്നെ നല്ല ഫലമാണ് കേട്ടോ കിട്ടേണ്ടത്. നല്ല യൂസ്ഫുള്ളാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. അപ്പം നമ്മൾ അങ്ങനെ കുറച്ച് നേരം വെച്ചുകാണ്ട് അപ്പോൾ അതിന് നമ്മൾ മഗ്‌രിബാങ്കൊക്കെ കൊടുത്തിട്ടോ. വൈകുന്നേരമാണ് ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അങ്ങനെ മഗ്‌രിബാങ്ക് കൊടുത്തപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ വെച്ചുകാണ്ട് പിന്നെ മഗ്‌രിബ് നിസ്കരിച്ചാനൊക്കെ പോയി. പിന്നെ വന്നതിന് ശേഷം ചൂടാറിയതിൻ്റെ ശേഷം കേട്ടോ പിന്നെ നമ്മൾ പിഴിഞ്ഞ് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ല ചൂടാറിയിക്കണേ. അപ്പോൾ എന്താണ് പിഴിഞ്ഞ് കൊടുത്ത് പിന്നെ ഒന്നും അതിലുണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ ചെയ്താൽ മതി. എണ്ണ ഉണ്ടാക്കുമ്പോൾ കണ്ടില്ലേ ഒക്കെയാണ് പിഴിഞ്ഞ് ഒക്കെയാണ് പോന്നിക്കണം കേട്ടോ. മറ്റേ നമ്മൾ അങ്ങനെ വെച്ച് പോയാൽ മൂപ്പ് കയറും ചെയ്യും. ആ ഫലം പോകും കേട്ടോ അത്. അപ്പോൾ അതിനാണ് ആദ്യം തന്നെ ആ ചൂടോടുക്കെ തന്നെ ഉണ്ട് ഒഴിച്ച് കൊടുക്കണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടി. അപ്പോൾ നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും. നിങ്ങൾക്ക് നമ്മളെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അവർ ആരും ലൈക്ക് ചെയ്യണില്ല. അപ്പോൾ നമ്മളെ വീഡിയോ ഒന്നും മുന്നോട്ട് പോകണില്ല.
എന്താന്നാവ ലൈക്കാരും തരുന്നില്ല, നമ്മളെ സമയമോശം കൊണ്ടാണെന്ന് വിചാരിക്കണേ. അപ്പോൾ കണ്ടില്ല, നല്ല എണ്ണ അയക്കണേ, പച്ച കളറിലുണ്ട് വന്നിക്കണ കേട്ടോ. അപ്പോൾ ഒരു സ്പൂൺ നമ്മളെ കയ്യിലേക്കാക്കിക്കാണ്ട് കൈ ഇങ്ങനെ ഇതാക്കിക്കാണ്ട് നല്ല ഓട്ട് കണ്ട് വരുതി കാണിക്കുക. അപ്പോൾ നമ്മൾ മുടിയൊന്നും കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. നമ്മളെ മുടിക്ക് നിരയൊന്നും ഒരു മുടി പോലും നമുക്ക് നരച്ചിട്ടില്ല കേട്ടോ. നമ്മളിങ്ങനത്തെ എണ്ണയാണ് തേക്കലുള്ളൂ. പിന്നെ വേറെ സാധാ വെളിച്ചെണ്ണയൊന്നും തേക്കലില്ല. ഇങ്ങനെ കാച്ചിയ എണ്ണ നമ്മൾ തേക്കലുള്ളൂ കേട്ടോ. ഒരു മുടിക്കും ഒരു നിര ഇതുവരെ വന്നിട്ടില്ല, മാഷാ അല്ലാ. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.